ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ അതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. ഇനി ഏകദേശം വെറും 3 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ആ ഒരു ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ നല്ല സൂപ്പർ ഹിറ്റായിട്ട് തന്നെ കഥ മുന്നേറിക്കൊണ്ടും ഇരിക്കുകയാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ പൂജയും അപ്പവും സുമിത്രയും ഒക്കെ കൂടി ക്ഷേത്രത്തിലെത്തി. സുമിത്രയാണെങ്കിൽ മോളെ ഞാൻ ആ തെക്കേ നടയിൽ പോയി തൊഴുതിട്ട് ഇപ്പൊ വരാമെന്നും പറഞ്ഞിട്ട് പൂജയോട് പറഞ്ഞ് സുമിത്ര അങ്ങോട്ട് പോവുകയാണ്. ഈ സമയമാണെങ്കിലോ സ്വരമോൾക്ക് സ്വീറ്റ്സ് വേണോന്നും ചോദിച്ചിട്ട് അപ്പു ആണെങ്കിൽ കൊച്ചിനെയും കൂട്ടി ഒരു ബേക്കറിയിലേക്കും പോയി. ഈ സമയം നമ്മുടെ പൂജ തനിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. പൂജ അവിടെ നിൽക്കുന്ന ആ ഒരു അവസരത്തിൽ നമ്മുടെ പങ്കജ് അവിടെ വരിക. വന്ന പാടെ തന്നെ ദേ നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ദേ നീ എന്നെ പറ്റിച്ചിട്ട് അവനുമായിട്ട് സുഖമായിട്ട് ജീവിക്കാന്നൊക്കെ വിചാരിച്ചു അല്ലേ? അതെനി നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട് പങ്കജ് തൻ്റെ കയ്യിൽ കരുതിയിരുന്ന അത് ശരിക്കും പറഞ്ഞാൽ ഒരു എഗ്ഗാണ്. ആ എഗ്ഗ് എടുത്ത് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ പൂജയ്ക്കാണെങ്കിൽ ഇതൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നുമില്ല. ഇവൻ എന്താ ഈ കാണിക്കുന്നതെന്ന് ആലോചിച്ച് പൂജ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും അതെ നിന്റെ ഈ ഒരു സുന്ദരമായിട്ടുള്ള മുഖം അത് അല്പനിമിഷങ്ങൾക്കകം വികൃതമാക്കി ഞാൻ തരാടി എന്ന് പറഞ്ഞു. അപ്പം പങ്കജ് എന്തോ ഒരു വലിയ സൂത്രം ഒപ്പിക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പൂജയാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. ഈ സമയം അവൻ്റെ കയ്യിൽ കരുതിയ ആസിഡ് ബോംബ് ആ ഒരു സംഭവം എടുത്തിട്ട് നമ്മുടെ പൂജയുടെ മുഖത്തേക്ക് എറിയാൻ തുടങ്ങുന്ന സമയം അപ്പു വന്നിട്ട് അവൻ്റെ കൈ അങ്ങ് തട്ടി മാറ്റുകയാണ്. അപ്പം ഈ ആസിഡ് നിലത്ത് വീഴുന്നതും അവിടെയൊക്കെ മൊത്തത്തിൽ ഒരു പുകയൊക്കെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അങ്ങനെ നമ്മുടെ പൂജ ഭയന്ന് നിൽക്കുമ്പോഴത്തേക്കിനും എടാ നീ എന്ത് പരിപാടിയാടാ കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അപ്പു ആണെങ്കിലോ നമ്മുടെ പങ്കജിനെ എടുത്തിട്ട് അങ്ങ് അടിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വരമോൾക്ക് ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര പേടിയുമായി. സ്വരമോൾ പറയുന്നുണ്ട് അപ്പുവെങ്കിലെ വേണ്ടെങ്കിലേ വിട് എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞാണെങ്കിലോ ഇങ്ങനെ അപ്പുവിനെ തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അപ്പു ആണെങ്കിലോ മോളെ മാറി നിൽക്കെന്നും പറഞ്ഞിട്ട് കൊച്ചിനെ ആണെങ്കിൽ നമ്മുടെ പൂജയുടെ അടുത്തേക്ക് അങ്ങ് മാറ്റി നിർത്തി. അതിനുശേഷമാണെങ്കിലോ പങ്കജിനെ നല്ല രീതിയിൽ എടുത്തിട്ട് അങ്ങ് അലക്കി. പങ്കജിനാണെങ്കിൽ നല്ല അടി കിട്ടുന്നുണ്ട്. അവനും തിരിച്ചാണെങ്കിൽ ചെറുത്ത് നിൽക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പുവാണ് കുറച്ചുകൂടെ കരുത്തൻ. അങ്ങനെ പങ്കജ് ഒരു വലിയ വടിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു തടിക്കഷ്ണം വെച്ചിട്ട് നമ്മുടെ അപ്പുവിനെ അടിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയത്താണെങ്കിൽ അപ്പുവിനൊക്കെ അത് നിസ്സാരം എന്നുള്ള രീതിയിൽ അവൻ അതൊക്കെ തടുത്തു. അങ്ങനെ നമ്മുടെ പങ്കജിനെ ആണെങ്കിൽ ആ കാറിന്റെ ഡോറിനോട് ചേർത്ത് നിർത്തി. എടാ നീ എന്തുദ്ദേശത്തിലാണ് ഇവിടെ വന്നത്? നീ ഇപ്പൊ ഈ കാണിച്ച പരിപാടി ഉണ്ടല്ലോ, ഇനി എൻ്റെ പെണ്ണിന്റെ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഈ അപ്പു ആരാണ് എന്നുള്ള കാര്യം നീ മനസ്സിലാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പു പറഞ്ഞു എത്രയും പെട്ടെന്ന് ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. നീ ആ കാഴ്ച കാണുകയും ചെയ്യേണ്ടി വരും. അല്ലാതെ ഇനി എൻ്റെ പെണ്ണിന്റെ പിന്നാലെ നടന്ന് അവളെ ശല്യം ചെയ്തു കഴിഞ്ഞാൽ നീ ജീവനോടെ ഉണ്ടാവില്ലടാന്നും പറഞ്ഞിട്ട് പങ്കജിനിട്ട് ഒരു അടിയും കൂടെ കൊടുത്തു. അപ്പൊ പങ്കജാണെങ്കിലോ അത്രയും ആൾക്കാരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണല്ലോ. പങ്കജിന് ഭയങ്കര ആക്ഷേപമായി പോയി. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞിട്ട് പൂജയെയും നമ്മുടെ അപ്പുവിനെയും വെല്ലുവിളിച്ച് അവിടുന്ന് എസ്കേപ്പ് ആകുകയാണ്. ഈ സമയമാണെങ്കിൽ സുമിത്ര തൊഴുത് കഴിഞ്ഞു. അവൾ മടങ്ങി വരുമ്പോൾ കാണുന്ന കാഴ്ച ആൾക്കാരൊക്കെ മൊത്തത്തിൽ കൂടി നിൽക്കുന്നു. അപ്പൊ സുമിത്ര ചോദിച്ചു, മക്കളെ എന്താ ഇവിടെ നടന്നത്? എന്താ അപ്പു എന്താ ഉണ്ടായത്? നിന്റെ ഡ്രസ്സൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട ആൻറ്റി, ആ പങ്കജ് പ്രശ്നം ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ അപ്പു ആണെങ്കിൽ സുമിത്രയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. പങ്കജ് എന്താ മോളെ ചെയ്തത് എന്നൊക്കെ പൂജയോടും നമ്മുടെ സുമിത്ര അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ സുമിത്രയോട് പറഞ്ഞു, അമ്മേ ഒന്നും പറയണ്ടമ്മേ, അവൻ എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വന്നതാണ്. അവന് വേണ്ടുന്ന രീതിയിൽ അപ്പൂട്ടം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പു മോനെ നിനക്ക് പരിക്കൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പച്ചി, വാ നമുക്ക് പോവാന്നൊക്കെ പറഞ്ഞു. സ്വരമോളാണെങ്കിൽ അവിടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ സുമിത്രയാണെങ്കിലോ അവരോട് പറഞ്ഞു, മക്കളെ ഇനി വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട, വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് അവരെയും കൂട്ടി നമ്മുടെ സുമിത്ര വീട്ടിലേക്ക് ചെല്ലുകയാണ്. ചെന്ന പാടെയും അവിടെ ഇരുന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ആലോചിച്ചു. താനിപ്പോൾ ക്ഷേത്രത്തിൽ പോയതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ സുമിത്രയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും രോഹിത് തൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് തൻ്റെ മക്കളോട് പറയാനായിട്ടുള്ള ആ ഒരു തീരുമാനം സുമിത്ര എടുക്കുകയാണ്. അപ്പം അങ്ങനെ പ്രതീഷിനെയും അനിരുദ്ധിനെയും ഒക്കെ സുമിത്ര വിളിപ്പിച്ചു. അപ്പം മക്കൾ ചോദിച്ചു, എന്താ അമ്മ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്ന് പ്രതീക്ഷ ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല മോനെ വയ്യായികയൊന്നുമില്ല, നിങ്ങൾ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടില്ലേ, ഇനി ഞാനായിട്ട് ഒന്നിനും ഒരു കാര്യത്തിനും തടസ്സം നിൽക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞു എൻ്റെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ അത് എനിക്ക് മറ്റാരെക്കാട്ടിലും നന്നായിട്ട് അറിയാം.
എനിക്കറിയാം, അത് ഇത്രയും കാലവും ഞാൻ ആ ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇനി എന്തായാലും അമ്മയുടെ മക്കൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാ. പക്ഷേ നിങ്ങൾ കണ്ടുപിടിക്കുന്ന ആരെയാണെങ്കിലും വിവാഹം കഴിക്കാൻ അമ്മ തയ്യാറാ. അവരെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയണ്ട. എൻ്റെ മക്കള് എൻ്റെ നല്ലത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞു. അപ്പം സുമിത്ര വിവാഹത്തിന് സമ്മതിച്ച കാര്യം കേൾക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അനിരുദ്ധിനും പ്രതീഷിനും അതുപോലെ പൂജയ്ക്കും ഒക്കെ വളരെയധികം സന്തോഷമായി. അവരാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം സുമിത്രയുടെ കല്യാണ വിശേഷങ്ങളൊക്കെ സരസ്വതി അമ്മയാണെങ്കിലും ഒളിഞ്ഞിരുന്ന് കേൾക്കുക. ദൈവമേ, സുമിത്രയ്ക്ക് മൂന്നാമതും കല്യാണവും ഇതെന്തൊക്കെ ഈ നടക്കുന്നത് എന്നും പറഞ്ഞിട്ട് സരസ്വതി അമ്മ പിറുപിറുക്കാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഒരു തീർപ്പുണ്ടാക്കണം. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ സുമിത്ര അവിടെ നിന്ന് പോയതും നേരെ അനിരുദ്ധിൻ്റെയും പ്രതീഷിൻ്റെയും പക്കൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലടാ നിന്റെയൊക്കെ ഉദ്ദേശം എന്താണ്? അല്ല, നീയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ സുമിത്രയെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ടല്ലോ. അവൾക്ക് ഇനിയും കല്യാണം വേണമെന്നാണോ നിന്റെയൊക്കെ ആഗ്രഹമെന്ന് ചോദിച്ചു. അച്ഛമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? ആവശ്യമുള്ള കാര്യം തന്നെയാടാ. സുമിത്ര നിങ്ങൾക്കൊക്കെ ഒരു അധികപ്പറ്റായി പോയോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിൽ ബഹളം വെക്കാൻ തുടങ്ങി. അപ്പം അച്ഛമ്മയോട് ഇനി കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല. അച്ഛമ്മ സത്യങ്ങളൊക്കെ തിരിച്ചറിയണമെന്ന് വിചാരിച്ചുകൊണ്ട് പ്രതീഷും അനിരുദ്ധും കൂടെ നമ്മുടെ സുമിത്രയുടെ അസുഖ വിവരങ്ങളൊക്കെ അത് സരസ്വതി അമ്മയെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. പക്ഷേ അത്യാവശ്യം നമ്മുടെ സരസ്വതി അമ്മയാണെങ്കിലും ഈ കാര്യങ്ങളൊന്നും അങ്ങനെ ആ നല്ല രീതിയിൽ തന്നെ എടുക്കുന്നില്ല. സരസ്വതി അമ്മ ചിന്തിക്കുന്നത് ഇവർക്ക് ബാധ്യതയാകുമെന്ന് വിചാരിച്ചിട്ട് സ്വന്തം അമ്മയെ തള്ളിക്കളയുന്നതായിട്ടാണ് ഈ സരസ്വതി ഇതൊക്കെ കണക്കാക്കുന്നത്. അങ്ങനെ അവിടെ ആ ഒരു സീനൊക്കെ നടക്കുമ്പോഴാണെങ്കിലോ സുമിത്രയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ അരവിന്ദൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ അരവിന്ദനാണെങ്കിൽ രഞ്ജിത ഇപ്പൊ തകർന്നിരിക്കുവാണല്ലോ, രഞ്ജിതയ്ക്ക് ഒരു പൊടി ആശ്വാസം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് രഞ്ജു ഒരു സന്തോഷ വാർത്തയുണ്ട്, ഞാൻ തന്നോടത് പറയാൻ വന്നതാണ് എന്നും പറഞ്ഞ് അരവിന്ദൻ സുമിത്രയുടെ മൂന്നാമത്തെ വിവാഹത്തിന്റെ കാര്യം പറയുകയാണ്. നിങ്ങൾ എന്താ അരവിന്ദേട്ട ഈ പറയുന്നത്? ഇത് വല്ലതും ഉള്ളതാണോ എന്ന് സുമിത്രയുടെ കാര്യം ആയതുകൊണ്ട് ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്നൊക്കെ നമ്മുടെ രഞ്ജിത ചോദിക്കുകയാണ്. അതെ രഞ്ജു, സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. നീ ഒന്ന് മനസ്സിലാക്ക്. അവള് വിവാഹം കഴിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പൂജയുടെ കാര്യത്തിൽ അവള് വലിയ കെയറൊന്നും കൊടുക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൂജയുമായിട്ട് അടുക്കാനുള്ളൊരു അവസരമല്ലേ? ആ ഒരു സന്തോഷമൊക്കെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ഇത് വന്ന് പറഞ്ഞതെന്ന് അരവിന്ദൻ വലിയ കാര്യത്തിന് ഇങ്ങനെ രഞ്ജിതയോട് പറഞ്ഞപ്പോൾ രഞ്ജിത പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാ. എന്തായാലും അങ്ങനെ സുമിത്ര ഒരു വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യം തന്നെയാ. ഇപ്പൊ എന്തായാലും പങ്കജിനെ പൂജയ്ക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള ആ ഒരു സമയത്ത് അത് സുമിത്രയുടെ ഇടപെടൽ കൊണ്ട് തന്നെയാണ് പൂജയ്ക്ക് പങ്കജിനോട് ഇപ്പൊ ദേഷ്യമൊക്കെ തോന്നിയിരിക്കുന്നത്. നമ്മള് സുമിത്രയുടെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പുറത്താരും അറിയണ്ട, പങ്കജ് പോലും അറിയണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോടൊന്നും പറയുന്നില്ല. ഒരു കാര്യം ചെയ്യണം, എത്രയും പെട്ടെന്ന് അവളെ വിവാഹം കഴിക്കാൻ പോകുന്നവൻ ആരാണെന്നും അവന്റെ സകല ഡീറ്റെയിൽസും തിരക്കിയിട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു രഞ്ജു, അതൊക്കെ അറിയാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും രഞ്ജുവിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അല്ല, അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്താ ഗുണമെന്ന് ചോദിക്കുകയാണ്. അതൊക്കെ ഉണ്ട്, എല്ലാം നിങ്ങളോട് പറയണമെന്നൊന്നും ഇല്ലല്ലോ. ഈ രഞ്ജിതയ്ക്ക് വ്യക്തമായ പ്ലാനും ധാരണയും ഒക്കെ ഉണ്ട്. എൻ്റെ മകൻ എന്നെ പിന്നിൽ നിന്ന് കുത്തി, അതുപോലെ ഭർത്താവ് കുത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ, മകനോട് ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങളോട് ഞാൻ ക്ഷമിക്കില്ല എന്നും പറഞ്ഞ് രഞ്ജിത ബഹളം വെക്കുകയാണ്. അപ്പം അരവിന്ദൻ പറഞ്ഞു, രഞ്ജു നീ ഒന്ന് സമാധാനപ്പെട്. രോഹിത്തിന്റെ സ്വത്തുക്കൾ എങ്ങനെയാണെങ്കിലും നിനക്കും അതുപോലെ തന്നെ എനിക്കും ഒക്കെ അനുഭവിക്കണം. അതിനുവേണ്ടി പങ്കജിനെ എങ്ങനെയെങ്കിലും പൂജയുമായിട്ട് വീണ്ടും കാര്യങ്ങൾ ഞാനും താനും ഒക്കെ ചേർന്ന് വീണ്ടും ചെയ്യും. സുമിത്ര വിവാഹം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിനൊക്കെയുള്ള അവസരം നമുക്ക് ഉണ്ടാവുന്നേ. പൂജ ഒരു പൊട്ടിയായതുകൊണ്ട് അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മുടെ പക്ഷത്ത് നിർത്താനും സാധിക്കുമെന്നൊക്കെ അരവിന്ദൻ ഇങ്ങനെ മനക്കോട്ട കെട്ടുകയാണ്. രഞ്ജിതയാണെങ്കിൽ എങ്ങനെയും സുമിത്രയെ തകർക്കണം എന്നുള്ള ആ ഒരു പ്ലാൻ ഇവിടെ ഇടുമ്പോൾ അത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പോൾ കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.